ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗരം മസാലയാണ്. ഗരം മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുക്കുന്ന രീതിയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. അതിലെല്ലാം ഗരം മസാല എന്ന് പറയുമ്പോൾ നമ്മൾ ഈ രീതിയിൽ പൊടിച്ചെടുത്ത മസാലപ്പൊടിയാണ് ചേർക്കാറുള്ളത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഇവിടെ ഇപ്പം ഞാൻ 100 ഗ്രാം പെരിഞ്ജീരകം കഴുകി ഉണക്കി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. 100 ഗ്രാം പെരിഞ്ജീരകം. ഇതിലേക്ക് നമ്മൾ 2 ജാതിക്കായുടെ കുരു 2 മതി കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ളത് തക്കോലം എന്ന് പറയുന്നത് ഒരു 3-3.5 എണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരു ഏകദേശം അളവാണ് കേട്ടോ അതൊക്കെ പറയുന്നത്. ഇതൊക്കെ അധികമായി കഴിഞ്ഞാൽ ഭയങ്കര കുത്തായിരിക്കും. അപ്പോൾ നമുക്ക് അധികം ആവശ്യമില്ല. പെരിഞ്ജീരകം മാത്രമേ നമുക്ക് കൂടുതൽ ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ അത് ജാതിപത്രിക ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പട്ട ഞാൻ കറക്റ്റ് ഒരു മെഷർമെൻറ്റ് പറയാം. ഞാൻ സാധാരണ ഇങ്ങനെ പിടിക്കണക്കൊക്കെയാണ് എടുക്കാറ്. എങ്കിലിപ്പോൾ നമ്മൾ റെസിപ്പി ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു വലിപ്പത്തിലുള്ള പട്ടയുടെ കഷ്ണം ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് കുരുമുളകും ഒരു പിടിയാണ് എടുക്കാറ്. അപ്പോൾ ഞാൻ കറക്റ്റ് ഒരു മെഷർമെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതപ്പോൾ ഞാനിവിടെ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് 2 ടേബിൾ സ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ടേബിൾ സ്പൂണാണ്. ഇനി നമുക്ക് ഗ്രാമ്പു കുരുമുളകിൻ്റെ പകുതി മതി. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂണുള്ളൂ കേട്ടോ. കറക്റ്റ് കണ്ടേ, 1 ടേബിൾ സ്പൂണ് ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഇനി അതേ അളവിൽ തന്നെയാണ് നമ്മൾ ഏലക്കായ എടുക്കാൻ പോകുന്നത്. 1 ടേബിൾ സ്പൂണ് ഏലക്കായ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ കസ്കസ് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ? ചെറിയ ഒരു മണി കിട്ടില്ലേ നമുക്ക് മസാലക്കൂട്ടൊക്കെ മേടിക്കുമ്പോൾ, ആ ഒരു സംഭവം കേട്ടോ. ഇതിപ്പോൾ ടേബിൾ സ്പൂണല്ല, ടീസ്പൂണാണ് കേട്ടോ. 1 ടീസ്പൂണ് മാത്രമേ എടുത്തിട്ടുള്ളൂ. തെറ്റിപ്പോകരുത്. 1 ടീസ്പൂണ് കസ്കസ് എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ്. ഇതിലിപ്പോൾ ജാതിക്കുരുവിൻ്റെ ഉള്ളിലത്തെ നമുക്ക് ഇതിൻ്റെ തൊണ്ടൊന്ന് തട്ടിക്കൊടുത്താൽ അത് പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുരു മാത്രം എടുത്താൽ മതി കേട്ടോ. തൊണ്ട് നമുക്ക് ആവശ്യമില്ല. ഇനിയിപ്പോൾ പാന് അടുപ്പത്ത് വയ്ക്കാം. പാൻ നന്നായി ചൂടാവുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. അതിന് ശേഷം മസാലക്കൂട്ടുകൾ ഇട്ട് കൊടുക്കുക. ഇത് സെപ്പറേറ്റ് ഒന്നും വറുത്തെടുക്കണ്ട കേട്ടോ, എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ പാത്രം നന്നായി ചൂടായതിനു ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. ചെറിയ ചൂടിൽ വെച്ചിട്ട് വറുത്തെടുക്കുക കേട്ടോ. ഒരുപാട് നേരമൊന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2-4 മിനിറ്റ് നേരം ചെറിയ ഫ്ലെയിമിൽ ചൂടാക്കി എടുക്കുക വേണ്ടൂ. നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാനുള്ളതല്ലേ, അപ്പോൾ അതിനുള്ള ചൂടായാൽ മതിയാവും. ഇനിയിപ്പോൾ ഇതിലത്തെ ആ ജാതിക്കുരുവൊക്കെ ഒന്ന് തകർത്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അത് എല്ലാതും ഒരേ ഒരു അളവിൽ നമുക്ക് ചൂടായി കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തക്കോലം അതൊക്കെ ഒന്ന് ചെറുതാക്കി ഇട്ട് കൊടുക്കുക. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയിട്ട് ഇട്ട് കൊടുക്കുക. കൈ വെച്ചിട്ടൊന്ന് ഞെക്കി കൊടുത്താൽ അത് തകർന്ന് വീണു. അതുപോലെ ഒന്ന് ചെറുതാക്കി ഇട്ട് കൊടുത്താൽ എല്ലാതും ഒരേ അളവിൽ എല്ലാം ഒരേ വലിപ്പത്തിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ചൂടാക്കി എടുക്കാനായിട്ട് പറ്റും. 2-4 മിനിറ്റ് നേരം മതി. അപ്പോൾ അടിയിൽ നിന്ന് ഇളക്കി കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ആ കസ്കസും പെരിഞ്ജീരകമൊന്നും കിടന്ന് കരിഞ്ഞു പോകരുത്. അപ്പോൾ കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കുക ഒരു 2-4 മിനിറ്റ് നേരം. ഇത് ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. കൈ വെച്ചിട്ട് തൊട്ടാൽ നമുക്കറിയാം ചൂടായിട്ടുണ്ടാവും. എല്ലാ കഷ്ണങ്ങളും ഒരുപോലെ ചൂടായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ട് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കണം കേട്ടോ. ഇത് ചൂടാറിയതിന് ശേഷം മാത്രം മിക്സിയിൽ പൊടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ പുറത്തുനിന്ന് ഗരം മസാല എന്ന് പറഞ്ഞിട്ട് മേടിക്കുന്ന പാക്കറ്റിൽ കിട്ടുന്ന പൊടി ഉണ്ടല്ലോ, ആ സംഭവം നമുക്ക് ഈ ഒരു ഫ്രഷായിട്ട് പൊടിക്കുന്ന ആ പൊടിയുടെ മണമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ബിരിയാണിയുടെ റെസിപ്പിയൊക്കെ ഇട്ടിരുന്നു. അതിൽ ഗരം മസാല പൊടി ഇടാൻ 1 ടീസ്പൂൺ ഇടാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സംഭവമൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ രീതിയിൽ പൊടിച്ച് വെച്ചാൽ ഇതിൽ നിന്നുള്ളൊരു സ്പൂണ് മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കാറ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നമ്മൾ പുറത്തുനിന്ന് മേടിച്ച മസാലപ്പൊടിക്ക് ഈ ഒരു ഗുണമോ മണമോ രുചിയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഫ്രഷായിട്ട് വീട്ടിൽ പൊടിക്കുന്ന ആ ഒരു പൊടിയുടെ ഗുണവും മണമൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇതിപ്പോൾ ഞാൻ മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. ഇപ്പോൾ അത് നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ.
ഓക്കെ, ഇതിപ്പോൾ നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഒരു രണ്ട് മാസത്തേക്കൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ പൊടിച്ച് വയ്ക്കുക വീട്ടിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണാം. ടേക്ക് കെയർ, ബൈ.